എല്ലാ ദിവസവും നിങ്ങൾ നല്ല ശബ്ദത്തിലല്ല വരിക. ചോറുണ്ടില്ല ആരെ ചോറ് കഴിക്കാതെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു മന്തി ഒക്കെ ഒന്ന് മേടിച്ചു കൊടുക്കാം. പക്ഷെ മന്തി മേടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ മന്തി കഴിച്ചോടുപോലെ ഇരിക്കണം. നല്ല എനർജിയോ ബാക്കി എല്ലാവരും ഇഷ്ടമാണല്ലേ? വെള്ളം വേണം, വെള്ളം വേണമല്ലോ, ഇഷ്ടമല്ല. പിന്നെ സാർ ഇന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടെങ്കിൽ അതല്ലാതെ സാറിന് മുഖത്തൊക്കെ എന്തെങ്കിലും സന്തോഷം കാണുന്നുണ്ടാവും. എന്നാലും സാറ് സാധാരണ വരുന്ന പോലെ അല്ല ഇന്ന് വന്നത്. സാറിന്റെ മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. സാറ് വിചാരിച്ച് നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയതാണ്. നിങ്ങളുടെ സ്കൂളിന്റെ മുമ്പിൽ ഫ്ലെക്സ് കണ്ടില്ലോ? രാവിലെ കണ്ടില്ല. സാറിനെ വിഷമിപ്പിക്കണം. ബോർഡ് നിങ്ങൾക്ക് സാറിന് ഇഷ്ടമാണോ? സാർ നല്ല ഇഷ്ടമാണോ? എന്നാല് സാറ് പറഞ്ഞുതരാം അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ബോർഡാണ്. സാറ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് മത്സരിക്കാൻ പോവാണ്. അപ്പൊ ആദ്യം സാറിനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോർഡായിരുന്നു നമ്മുടെ കോളേജിന്റെ ഫ്രണ്ടിൽ ഉണ്ടായത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല? അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരു വണ്ടിയില് പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് കേട്ടിട്ടില്ല? പാട്ട് പാടിയ അതൊന്നുമല്ല. നിങ്ങൾക്ക് സാറിനോട് അത്ര സ്നേഹമില്ല. സാർ നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് സാറിനിപ്പോ മനസ്സിലായി. പക്ഷെ സാർ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് സാർ ആ പാട്ട് പാടിത്തരാം. ഭരണം ഇവിടെ നല്ലൊരു ഭരണം ആശിക്ക വിജയിക്കും നമ്മുടെ പഞ്ചായത്തിന്റെ 13 വാർഡില് ആശിക്ക വിജയിക്കും. സാർ ഇപ്പൊ പാടി പാട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷൻ അല്ലേ? നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ഷനെ കുറിച്ചാണ് കേട്ടോ. ആരുടെ ശബ്ദം വരുന്നത്? ശബ്ദം അപ്പൊ സാറ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. പക്ഷെ സാറ് അത്ര വലിയ ബുദ്ധിയുള്ളതാണെന്നല്ല. സാറിന് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ സാറിന് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഹെൽപ്പ് ചെയ്യും. സാർ ഇതേപോലെ സാറിന് ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ജിത്തുബായി എന്നാണ്. ജിത്തുബായിനോട് ഹെൽപ്പ് ചോദിച്ചു. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യങ്ങൾ എന്താണെന്നൊക്കെ ജിത്തുബായിനോട് ചോദിച്ച സമയത്ത് ജിത്തുബായി സാറൊന്നും പറഞ്ഞു തന്നില്ല. അതൊരു കഥയാണ് പറഞ്ഞത്. സാർ ഈ കഥ വായിക്കാൻ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കഥ വായിച്ചിട്ട് സാറിനെ നാടകമായിട്ട് ഇവിടെ അവതരിപ്പിച്ച് തരണം. എന്നെ മക്കൾ അവതരിപ്പിച്ചില്ലേ? തരുമല്ലേ? ഉറപ്പല്ലേ? എല്ലാവരും ചെയ്തു തരും. ആയിക്കോട്ടെ. എന്നാലേ നമുക്കൊരു നാടകം ഇവിടെ അവതരിപ്പിച്ച് നോക്കാം. അപ്പൊ 2 ഗ്രൂപ്പായിട്ടാണ് നാടകം അവതരിപ്പിക്കുന്നത്. നിങ്ങളെ എത്ര പേരുണ്ട്? 2, 4, 6, 7,
17. അപ്പൊ 2 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ നാടകം അവതരിപ്പിക്കുന്നത്. അപ്പൊ സാറ് ഇതിന് കുറച്ച് നോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വന്ന് നോട്ട് എടുക്കണം. നോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോ നിങ്ങളുടെ നോട്ടിന്റെ കൂടെ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരിടണം. ചിലപ്പോ ആ ഗ്രൂപ്പിന്റെ കൂടെ ലീഡർ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ആ ഗ്രൂപ്പിന്റെ ലീഡർ. നമ്പറായിട്ടും 1 2 1 കിട്ടുന്നവര് എല്ലാവരും സാറിന്റെ വലത്തോട്ടും 2 കിട്ടുന്നവര് സാറിന്റെ ഇടത്തോട്ടും നിൽക്കണം. എന്നാല് ഇവിടുന്നോ ഓരോരുത്തരും എത്രയാ? 2 അപ്പൊ സാറ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ട് സാറിനെ ജിത്തുമായി തന്ന നമ്മൾ സോഷ്യൽ സയൻസ് പഠിക്കുന്ന കുട്ടികളല്ലേ. അപ്പൊ ക്ലാസ്സിൽ ഇങ്ങനെ കടലാസൊക്കെ വലിച്ചിട്ട് സാറിന് ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? സാറ് ഇത് ക്ഷമിച്ച് എന്നെ വിളിച്ചോ. അപ്പൊ സാറിനെ ജിത്തുമായി തന്ന കഥ തരും. ഇത് വായിച്ചിട്ട് ഇതിൽ ഓരോ ക്യാരക്ടറുമായിട്ട് ഇങ്ങനെ നാടകം അവതരിപ്പിക്കണം. അപ്പൊ 10 മിനിറ്റാണ് നിങ്ങൾക്ക് സമയമുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ സമയം കൊണ്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് സാർ ഒഴിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് അവതരിപ്പിക്കും. ഉഷാറാണോ? അപ്പോ സാറിന്റെ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതിൽ നിങ്ങൾ ഒരു ക്യാരക്ടർ ഉണ്ടാവും. എന്നിട്ട് അതിൽ നമ്മുടെ സോഷ്യൽ സയൻസ് വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ നമുക്ക് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത ഗ്രൂപ്പിന്. അപ്പൊ ഈ ഗ്രൂപ്പിന്റെ ഇവിടെ ആ കുട്ടിയെ കൊണ്ട് ഇത് തന്നേക്കും. അപ്പോ നമ്മുടെ നാടകം ഫസ്റ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മളെ മാർക്കറ്റ് ഗ്രൂപ്പാണ്. കാരണം നിങ്ങൾ ഫ്രഷ് ആയിട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അവര് ചെയ്യുമ്പോ രണ്ടാമതായതുപോലെ ചോദിക്കാനുണ്ടോ? ഓഡിയോ ക്ലിയർ ചെയ്യാൻ പറ്റില്ല.
ഇവിടുന്ന് അത് ഉഷാറായിട്ട് ചെയ്തോളൂ. സാറ് റെഡി 1 2 3 സ്റ്റാർട്ട് തുടങ്ങണം. റെഡി 1 2 3 സ്റ്റാർട്ട് തുടങ്ങി. ഡയലോഗ് എല്ലാവരും ശബ്ദത്തിൽ പറയണേ, ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. ബാക്കിയോടെ പിന്നെ ഇവർക്ക് വേണമെങ്കിൽ വേറെ രീതിയിലുള്ള കഥ പറയുന്നത്. അതായത് ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കഥ വായിച്ചു കൊടുക്കുന്നു. അതിനനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആക്ടിവിറ്റി ചെയ്യണം. ചില സമയങ്ങളിൽ നമുക്ക് കഥ മനസ്സിലായില്ല തോന്നിയില്ലേ? ഇവർക്ക് ശബ്ദം പറയും, പക്ഷെ നല്ല നാടകമാണ്. ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു സിനിമ കണ്ടു തോന്നിയില്ലേ?
സാറ് തോന്നുന്നില്ല നമുക്ക് നോക്കിയാൽ പ്രചരണം. അപ്പോ നമ്മളെ സഫാരയുടെ നേതൃത്വത്തിലുള്ള അടുത്ത ഗ്രൂപ്പ് എങ്ങനെയാണ് നാളെ വന്നിരിക്കാൻ നോക്കാം. തുടങ്ങാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ശ്രുതി
എല്ലാവരും അവതരിപ്പിച്ചു. ഇനി സാറ് ഇത് വേറെ രീതിയിൽ പറയാൻ പോകും. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് വേറെ രീതിയിൽ ഇത് പറഞ്ഞു നോക്കാം. സാറ് സമയം പെട്ടെന്ന് തരും കേട്ടോ. ഇപ്പൊ നമ്മളൊരു നാടകമൊക്കെ അവതരിപ്പിച്ച് അടിപൊളിയായിട്ട് സാറ് നല്ല ഇഷ്ടമായിട്ട് നിങ്ങളെ ഇൻഡയറക്റ്റ് ആയിട്ട് അവതരിപ്പിച്ചു. ഇനി നമ്മള് ഡയറക്റ്റ് ആയിട്ട് അത് എന്തൊക്കെയാണ് നോക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചത്? തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളെ കുറിച്ച്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇത് പഴയതാണ് കാണിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നിങ്ങളുടെ കയ്യില് സാധാരണ ഒരു പ്ലക്കാർഡോ അല്ലെങ്കിൽ ഒരു മാലയോ തന്നിട്ടുണ്ടാവും. അത് തിരിച്ചു നോക്കുമ്പോ അതില് 1-ാം നമ്പർ ഒന്ന് കൈ വെക്കോ. രണ്ടിലും ഓരോ 1-ാം നമ്പറാ, ഒരു 1-ാം നമ്പർ കൂടി ഉണ്ടാവല്ലോ. മോള് ആ മാല ഇട്ടുകൊണ്ടോ സാറിന്റെ അടുത്തേക്കോ മോള് സാർ വിളിക്കുമ്പോ അയാൾ ഇരുന്നോ റെഡി ചെയ്യുന്നോ. മോള് ഒന്ന് കയ്യിൽ താഴെ അത് ഒട്ടിച്ചോ. എന്നിട്ട് ഒട്ടിച്ചിട്ട് ശക്തി മൊത്തം എടുത്തിട്ട് അതെന്താണ് പറഞ്ഞു. ഇത് വായിച്ചു നോക്കാൻ മതി. മോളെ ശബ്ദം എവിടെ കേൾക്കണം അറിയോ? നമ്മുടെ കോളേജിന്റെ അപ്പുറത്ത് വേറൊരു കോളേജ് ഉണ്ട്. ആ കോളേജിന്റെ പേരെന്താ? ആ കോളേജില് മോളെ ശബ്ദം എത്തണം. അത്രക്കും പവർഫുൾ ആയിരിക്കും കേട്ടോ. ഒട്ടിച്ചു. ഇനി അത് ശബ്ദത്തിൽ ഇപ്പോഴെന്ന് പറഞ്ഞേ. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ. നല്ല ശബ്ദമില്ലേ? അവള് ശബ്ദം അടിപൊളിയാന്ന് പറ. നല്ല ശബ്ദം. ഇനി ആ മാലിട്ട് പോകുന്നു. നമ്മൾ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ഘട്ടമാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ എന്നത്. അതെന്താണെന്ന് നമ്മള് ഇവിടെ ഒരു മാല ഇട്ട കുട്ടി വന്നിട്ടുണ്ട്. അവളുടെ ഈ മാലയുടെ അപ്പൊ ഈ കുട്ടികളുടെ ശബ്ദത്തിൽ പറഞ്ഞില്ലേ, അതിനേക്കാൾ ശബ്ദത്തില് നമ്മൾ എല്ലാവരും കൂടി ഇത് വായിക്കണം. കൊടുക്കണം. എന്നാ വായിക്കോളൂ. തിരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടും യാതൊരു പ്രശ്നവും കൂടാതെ തിരഞ്ഞെടുപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരെ നിയമിക്കുന്നത്? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. നിങ്ങളെ പ്ലക്കാർഡോ മാലയോ തിരിച്ചു കൊടുക്കുക. അതിന് 2-ാം നമ്പർ കിട്ടിയ ആൾക്കാർ മോളെ ഒട്ടിച്ചോ. എന്നിട്ട് മറ്റേ കുട്ടി ആദ്യത്തെ കുട്ടി പറഞ്ഞേ അതിനേക്കാൾ ശബ്ദമാണ് അതിന്റെ കേട്ടോ. സാധാരണ എങ്ങനെയാണ് ഞാനൊരു ഡബ് വായിച്ചത്. ഇതിപ്പോ ഞാൻ പഠിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം അങ്ങനെ പറയാൻ പറ്റും. മോളെ ശബ്ദത്തിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം. അത്ര ശബ്ദമുള്ളൂ. നല്ല കേട്ടോ. അതിന്റെ ശബ്ദം നല്ലതാണെന്ന് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം എന്താണെന്ന് നമുക്ക് അറിയണം. അപ്പൊ അതാണ് ഈ മാറുന്നത്. എന്താണ് വായിച്ചത്? നമുക്കില്ലേ ഒരു ദിവസം രാവിലെ ഇരിക്കുമ്പോ ഇന്ന് വോട്ട് ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചാല് നടക്കും. അതിനൊരു സമയം വേണം, തീയതി വേണം, സ്ഥലം വേണം. ഇതിനെയാണ് നമ്മൾ
നമ്മൾ എന്ത് പറയാം? പറയാം. ഇങ്ങോട്ട് അടിപൊളി കേട്ടോ. ഇനി മൂന്നാം നമ്പർ മറ്റു രണ്ട് കുട്ടികളും പറഞ്ഞതിനേക്കാൾ ശബ്ദത്തിലായിരിക്കണം മോളെ ശബ്ദം. ശബ്ദം മറ്റേ കുട്ടികളാണ് കുറച്ച് കുറവായിരുന്നു. എല്ലാവരും കേട്ടില്ലേ? എന്താണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ? അവരോട് പറ നിന്റെ ശബ്ദം അടിപൊളിയാന്ന് പറ. അയ്യോ അപ്പോ നമുക്ക് എല്ലാവരും കൂടെ വായിക്കാം. വായിച്ചു. അതായത് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെ ആഗ്രഹിക്കുന്ന ആള് തന്റെ പേര് വിവരങ്ങള് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കൈമാറേണ്ടതുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്ന് പറയാം. മോക്ക് നമ്പർ സാർ തരാത്ത എന്താ അറിയോ? മോള് എല്ലാം നല്ല ബുദ്ധിമുട്ടുകളാണ് സാർ അറിയാം. പക്ഷെ മോക്ക് അത് ഏത് പോയിന്റിന്റെ ബേസിലുള്ളതാണ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് സാറ് ടെസ്റ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നാലാം നമ്പർ അടിപൊളി അല്ലേ? അവളോട് ശബ്ദം നല്ലതാ. നാലാമത്തെ നമ്മുടെ തിരഞ്ഞെടുപ്പ് വ്യക്തമാണ് പത്രിക സൂക്ഷ്മ പരിശോധന. അപ്പൊ നാലാമത്തെ നമ്പർ കുട്ടിക്കുക. ഇത് എല്ലാവരും ശബ്ദത്തില് നോക്കി വായിച്ചേ. പേരെന്താണ് സാർ പാട്ടോ? അപ്പൊ നിങ്ങൾ പറയണം പറയില്ല സാധനങ്ങൾ. റെഡിയാണോ? വട്ടവട്ടക്കാരങ്ങൾ കളിച്ചില്ലേ? അതുപോലെ തന്നെ ഇത് കേട്ടോ. സാർ പാടുമ്പോഴത്തെ സാർ അത് രണ്ടുപേരും പാടിത്തരാം. നിങ്ങൾ എങ്ങനെ പാടേണ്ടത് ഒന്നിനും മനസ്സിലാവും. സാർ പാടും. കുഞ്ഞു തുമ്പി പറയൂ നിന്നോട് പേരെന്ത്? പറയില്ല സാറേ പറയില്ല സാറേ കേട്ടോ. കുഞ്ഞു തുമ്പി പറയൂ നിന്നോട് പേരെന്ത്? പറയില്ല സാറേ ഞങ്ങൾ. നിങ്ങൾക്ക് മടുത്തുപോയോ? നല്ല ബുദ്ധിമുട്ടുണ്ടോ? കുഞ്ഞു തുമ്പി പറയൂ നിന്നോട് പേരെന്ത്? കുഞ്ഞു തുമ്പി പേര് പറയൂലെന്ന് പറഞ്ഞു. എന്നാ ഈ കുഞ്ഞു തുമ്പി സാറോട് പേര് പറയൂലെന്ന് പറഞ്ഞു. എന്നാലും പേര് പറയണം. ഇല്ലേ പേരിനടുത്ത് ആദ്യം കേട്ടുകൊണ്ട് ഇരുന്ന് മടുത്തു. ഓക്കെ, ഇഷ്ടപ്പെട്ട വേറൊരു കുഞ്ഞു തുമ്പിനെ സ്വന്തം ബെഞ്ചിൽ നല്ലാതെ വേഗം പിടിച്ചോണ്ടോ. ജോമോളെ പേര് പറയണം. നീ പേര് പറയണ്ട. ഈ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാമത്തെ ഘട്ടം പറയണത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം. ജോമോളെ ഇനി അടുത്ത തുമ്പിനെ പൊക്കിക്കൊണ്ടു വന്നു. സ്വന്തം ബെഞ്ചിൽ പറ്റില്ല. അതാണ് സോറി സാറിന് എടുക്കുന്ന തെരഞ്ഞെടുപ്പ് പറ്റും അല്ലേ? അങ്കിത സാറിനോട് അങ്കിതന്റെ പേര് പറയില്ല എന്ന് പറഞ്ഞു. അങ്കിത തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെ ഘട്ടം മാത്രം പറഞ്ഞു തന്നാൽ മതി. നാമനിർദ്ദേശ പത്രിക
പത്രിക സമർപ്പിക്കും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. അറിയാത്തത് ഒരു കുഴപ്പമില്ല. സാറും വലിയ അറിവുള്ള ആളൊന്നല്ല. സാറ് നിങ്ങളെ പോലെ ഒരു മണ്ടകൾക്ക് തന്നെയാണ്. അപ്പൊ മോള് പേര് പറയില്ല. അത് പറഞ്ഞില്ല. മോള് ഒരു കുഞ്ഞു മീനമാണ്. ഇപ്പൊ വന്ന ബിരുദം തന്നെയാണ് ഈ ബിരുദം. കുഞ്ഞുതുമ്പി ഇതിന്റെ പേര് പറയില്ല. ഇന്ന തെരഞ്ഞെടുപ്പിന് 4ാമത്തെ ഘട്ടം പറഞ്ഞാൽ മതി. പത്രിക സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. ഇനി ഒരു കുഞ്ഞുതുമ്പിനെ വിളിച്ചോ. ഇനി ആ ബന്ധം വിളിക്കണ്ടോ. റീഷ്ന വീടിന്റെ പേര് പറയുക. സാറിനോട് പറഞ്ഞു സാറിന് നല്ല വിഷമായി, സാറിന് സങ്കടം എന്നാലും കുഴപ്പമില്ല. നീ തിരഞ്ഞെടുപ്പിന് 5ാമത്തെ ഘട്ടം മാത്രം പറഞ്ഞാൽ മതി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. റീഷ്ന ഒരു കുഞ്ഞു തുമ്പിനെ വിളിക്കും. ഇത് അറിയില്ല കുഴപ്പമില്ല. അതിന് നോക്കി വായിക്കണ്ട. അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിന്റെ പേര് പറയണ്ട. സാറിനോട് പറഞ്ഞു. എന്നാലും പേര് പറയണ്ട. തിരഞ്ഞെടുപ്പിന്റെ 6ാമത്തെ ഘട്ടം മാത്രം പറഞ്ഞാൽ മതി. തിരഞ്ഞെടുപ്പ് പ്രചരണം. ഇനി സ്വന്തം ബന്ധുന്നല്ലാതെ ഒരു കുട്ടീനെ വിളിച്ചോ. ആ ബന്ധുന്ന് വിളിക്കണം. ഈ 2 ബന്ധുനെ വിളിച്ചോ. തീർച്ചയായും പോലെ നാടൊക്കെ അടിപൊളിയായിട്ടോ. സാറിന് ഇവരെ കാണുമ്പോൾ ഒരു അഭിമാനം കിട്ടുക. ഇതിന്റെ പേര് സാറിനോട് പറയാൻ പറഞ്ഞു. സാറ് പറഞ്ഞാല് പൊട്ടി കരയാനാ തോന്നി. എന്നാ സാറ് അത്രക്കും ഇഷ്ടം. പക്ഷെ നീ ഇല്ലേ തിരഞ്ഞെടുപ്പിന്റെ 7ാമത്തെ ഘട്ടം പറഞ്ഞാല് സാർ അതൊക്കെ മറക്കാം. വോട്ടെടുത്തു. ഇനി അടുത്തത് ഒരു കുട്ടിയെ കൂടി വിളിച്ചു. മോളെ സഫാന, നീ അടിപൊളിയായിട്ട് നാട്ടിൽ അവതരിച്ചാണ്. ഏറ്റവും ശബ്ദത്തില് സാറിനോട് തിരഞ്ഞെടുപ്പിന്റെ ലാസ്റ്റ് ഘട്ടം പറഞ്ഞാല് സാറ് നീ പേര് പറയില്ല എന്ന് പറഞ്ഞ സാറ് മറന്നു. സാറിന് നിന്റെ ഭയങ്കര ഇഷ്ടമാവും. ഈ തിരഞ്ഞെടുപ്പിന്റെ ലാസ്റ്റ് ഘട്ടം പറഞ്ഞു. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനം. കുഴപ്പമില്ല. എന്തായിരുന്നു? വോട്ടെണ്ണലും ഫലപ്രഖ്യാപനം. അപ്പൊ വന്നവരൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും കയറിയിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് ഒരാളുടെ കഥ വായിച്ചില്ലേ? ആരുടെ കഥയിൽ ആയിരുന്നത്? ഞായപ്പൻ തന്നെ ഒരു പാവപ്പെട്ട ഒരാള്. അയാളെല്ലാവരും കൂടി ഓഫീസിലാണ് തിരഞ്ഞെടുപ്പ്. ഈ ഞായപ്പനെ പോലെ നിങ്ങള് ഒരു കഥാപാത്രമായിക്കൊണ്ട് നാളെ വരുമ്പോൾ ഒരു കഥ എഴുതും. സെഫാന്റെ കഥ എഴുതുമ്പോൾ സെഫാനായിരിക്കണം അതിന്റെ ക്യാരക്ടർ. പക്ഷെ നിങ്ങൾ കഥ എഴുതുന്ന സമയത്ത് തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടവും വേണം. തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളെ ഒരു ക്യാരക്ടർ ആക്കിയിട്ട് ഒരു കഥ നിർമ്മിച്ചുകൊണ്ട്. ഇതാണ് നമ്മുടെ ഹോംവർക്ക്. ഓക്കെ ആണോ? എന്നാ പോയിരുന്നോ? അടുത്ത പീരീഡ് എന്താ?